എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യാനിൻ്റെയും ഇഫാൻ്റെയും സ്കൂൾ ലൈഫിലെ ഒരു ചെറിയ ഭാഗമാണ് കാണിക്കുന്നത്. അവർ ഒരുമിച്ച് പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു രംഗം ഇന്ന് ഇഫാന് അവളുടെ ഹൈസ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ പുതിയ ഒരു സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അവൾ സ്കൂളിലോട്ട് നന്നായിട്ട് നേരെ വൈകിക്കൊണ്ടാണ് വരുന്നത്, അതും അച്ഛൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ അവൾ ധൃതിപ്പെട്ട് ബാഗും കാര്യങ്ങളും എല്ലാം അച്ഛൻ്റെ അടുത്ത് നിന്ന് വേഗം വാങ്ങിച്ചുകൊണ്ട് അവളുടെ ക്ലാസ് തപ്പി നടക്കുകയാണ്. ക്ലാസ് എവിടെയാണെന്ന് അവൾക്ക് ഒരു ഐഡിയയുമില്ല. അവൾ ആ സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു പയ്യനെ അവളുടെ കണ്ണിൽ പെടുന്നത്. അവന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ബാസ്കറ്റ് ബോളും പിടിച്ച് അവിടെ ഇങ്ങനെ സ്റ്റെയർസിൽ അങ്ങനെ കളിച്ച് നിൽക്കുകയാണ്. അവൻ്റെ ആ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവൾ വിചാരിച്ചു അവന് ഇവിടുത്തെ സീനിയർ ആണെന്ന്. അതുകൊണ്ട് തന്നെ സീനിയർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവളുടെ ക്ലാസ് നമ്പർ പറഞ്ഞിട്ട് അത് എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവനൊന്ന് ഞെട്ടിയിട്ട് എന്നിട്ട് അവളോട് അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും. ഈ ബിൽഡിംഗ് ഇറങ്ങിപ്പോയിട്ട് വലതുവശത്തോട്ട് അങ്ങനെ ഒരു അന്തും കുന്തും ഇല്ലാതെ ഒരു മറുപടി കൊടുക്കുകയാണ്. എന്നാൽ അവൾക്കത് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അവൾ അതിൻ്റെ ബാക്കി ഇവനിപ്പോൾ പറയുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവന് പറയുന്നത് ഇനി ക്ലാസ് നമ്പർ അത് എല്ലാ ഡോറുമേലും എഴുതി വെച്ചിട്ടുണ്ടാകും, അവിടെ പോയിട്ട് അങ്ങനെ ഡോർ അങ്ങനെ നോക്കി നടക്കുക. എന്തേ അത് വായിക്കാൻ അറിയില്ലേ എന്ന് അവളോടൊന്ന് കളിയാക്കി ചോദിക്കുന്നു. പിന്നെ അവൾ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഇവനാണെങ്കിൽ ഭയങ്കര ജാടയിട്ട് നിൽക്കുകയല്ലേ. ഇനി എല്ലാ ഡോറും വായിച്ച് അങ്ങനെ ക്ലാസ് കണ്ടുപിടിച്ചപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട്. സാറ് ഇവളെ കണ്ടിട്ട് ഇവളോട് പെട്ടെന്ന് ചോദിക്കും ഞാനാണോ എന്ന്. ഞാൻ ഇഫാനാണെന്ന് പറയുമ്പോഴേക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ ഒരു തട്ടും തട്ടിക്കൊണ്ട് ആ ക്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത് ഇവനും ഇതേ ക്ലാസ്സിൽ തന്നെയാണെന്ന്. സാറ് പിന്നെ ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് ലേറ്റായി എന്ന് ചോദിക്കുകയാണ്. ഇവൾ പറയുന്നത് ക്ലാസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായെന്നാ. എന്നാൽ അവൻ പറയുന്നത് അവൻ ഹൈസ്കൂളിലെത്തിയ കാര്യം അവൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ല, അവനെ ജൂനിയർ സ്കൂളിൽ കൊണ്ടേ ഇറക്കി, അവിടെ നിന്ന് ഞാൻ നടന്നാണ് വരുന്നതെന്ന് അവനിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും മാത്രമാണ് ലേറ്റായി വന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ സീറ്റ് കിട്ടുകയാണ്. അങ്ങനെ അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് ഹൈസ്കൂൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഇനി പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഏകദേശം 8 വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ന്യൂ ഇയർ അതിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഇഫാൻ പോയതാണെന്ന്. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇഫാൻ അവളുടെ വർക്കും കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ടും ഈ ഒരു ന്യൂ ഇയർ പരിപാടിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫ്രണ്ട് വന്നിട്ട് പറയും നിന്റെ വർക്കൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമ്മളും ന്യൂ ഇയർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോയല്ലോ, അന്ന് നമ്മൾ പോയ കഫേ ഇല്ലേ അവിടെ ന്യൂ ഇയർ ഇവൻ്റ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നു. അതിൽ ഇഫാന് ആ ഒരു കഫേ അത് യാൻ്റെതായത് കൊണ്ട് തന്നെ അവന് ഇനിയും കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൾ അതിന് വരുന്നില്ലെന്ന് പറയുന്നു. ഫ്രണ്ടാണെങ്കിൽ അവൾ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം അവളുടെ ബോസ് കാണുന്നുണ്ടായിരുന്നു. ആ ഫ്രണ്ട് പോയതിന് ശേഷം ബോസ് ഇവളെ വിളിച്ച് വരുത്തിയിട്ട് പറയും നിനക്ക് എന്തെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളുണ്ടോ, നീ എപ്പോഴും ഒരു സങ്കട മുഖത്തിലാണല്ലോ നടക്കുന്നത്, പിന്നെ ഇത് ന്യൂ ഇയർ ആണ്, നീ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം മനസ്സിൽ നിന്ന് മാറ്റ്, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും, എന്നിട്ട് ഈ ന്യൂ ഇയർ നിന്റെ പുതിയ ഒരു തുടക്കമായിട്ട് തന്നെ നീ തുടങ്ങ് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നു. അതിൽ അവളിങ്ങനെ ആലോചിക്കുകയാണ് ഈ ന്യൂ ഇയർ ആദ്യമായിട്ട് അവളെ വിഷ് ചെയ്തിരിക്കുന്നത് ഞാനാണ്, അപ്പോൾ ഈ ഇയറിനെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി ഇഫാന് വരാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട് തനിച്ചാണ് ആ കഫയിലോട്ട് അവളുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഞാൻ ഇവളെ കണ്ടിട്ട് ഇവളുടെ കൂടെ ഇഫാൻ ഉണ്ടോ എന്നങ്ങനെ തിരക്കും. അവളില്ലെന്ന് കണ്ട അവനിക്ക് ഭയങ്കര വിഷമം വരുന്നു. അങ്ങനെ ഇവളിങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങോട്ട് വീഴുകയാണ്. അങ്ങനെ അവളെ പിടിച്ചു പൊക്കുന്നത് ഇതാ ഈ നിൽക്കുന്ന ഹോൻ എന്ന പയ്യനാണ്. എന്നിട്ട് ഇവളോട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓർത്തോർത്ത് നോക്കിയപ്പോഴാണ് ഈ ഹൈസ്കൂള് ഇവരെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചത്. ഈ ഹോന്, യാന്, ഇഫാന് ഇവർ 3 പേരും ഒരു ക്ലാസ്സിലാണെങ്കിൽ ഇഫാൻ്റെ ഫ്രണ്ടായി ഇവള് അപ്പുറത്തെ ക്ലാസ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരു സ്കൂളിൽ. പിന്നെ നമ്മുടെ യാനുണ്ടല്ലോ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അവൻ്റെതാണ് ഈ കഫേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഈ ഫ്രണ്ടിനെ കത്തിയത് ഇത് ഇവനാണെന്ന്. എന്നിട്ട് നേരെ ഇഫാന് മെസ്സേജ് അയക്കുകയാണ്, എടി ഈ കഫേയുടെ ഓണർ അത് ശരിക്കും ഞാനാണ്, അതല്ല ഇത് നിനക്ക് അറിഞ്ഞിട്ടാണോ അതോ നീ എന്നോട് പറയാത്തതാണോ എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇഫാന് അതൊന്നും കാര്യമാക്കുന്നില്ല, അതിന് റിപ്ലൈയും കൊടുക്കുന്നില്ല. അവളുടെ റൂമിലെത്തി. എന്നിട്ട് അവൾ വേഗം അവളുടെ റൂമിൻ്റെ ഡോറ് അവളുടെ കട്ടിൽ വെച്ച് തന്നെ തടസ്സപ്പെടുത്തുകയാണ്. ഇനി ഒരാൾക്കും പുറത്തു നിന്ന് തുറക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ വീട് ഇപ്പോൾ അത്രയ്ക്ക് സുരക്ഷിതമല്ലാത്തൊരിടമായിരിക്കുന്നല്ലോ അവൾക്ക്. ഇനി അടുത്ത ദിവസം ഇഫാന് നേരെ പോകുന്നത് അവൾക്ക് പുതിയൊരു റൂം നോക്കണം. ഈ റൂമാണെങ്കിൽ അവളുടെ ജോലി സ്ഥലത്ത് നിന്നും കുറച്ച് അകലെ, റെൻറ്റും അത്യാവശ്യം നല്ല കൂടുതലുമുണ്ട്. എന്നാലും അവൾ ഈ പ്ലേസ് ചൂസ് ചെയ്യാൻ കാരണം അവൾക്ക് സമാധാനം, അതാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പെണ്ണാണ് അവളുടെ റൂംമേറ്റ്.
അതിൻ്റെ റൂമെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്ലാറ്റിലെ ഏറ്റവും ചെറിയ റൂമാണ് അവൾക്ക്, അതും അറ്റാച്ച്ഡ് ഒന്നുമല്ല. എന്തായാലും അവൾ ഓക്കെയാണ്. അങ്ങനെ അവൾ റെൻറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അതിനിടക്കാണ് ഈ പെണ്ണിനൊരു കോള് വരുന്നത്. അവൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കും. ആക്ച്വലി ഇവളുടെ കള്ള കാമുകൻ്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ചോദിച്ച് അവൻ വിളിച്ചതാണ്. എന്നാൽ അതെല്ലാം ഇഫാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഈ പെണ്ണ് ഇവളുടെ ഇപ്പോഴത്തെ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇഫാൻ ആണെങ്കിൽ ടാക്സിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കാമുകൻ വരുന്നത്. കാമുകൻ എന്നാൽ അത് മറ്റാരുമല്ല, ഇവരുടെയൊക്കെ കൂടെ പഠിച്ച ആ ഹാനില്ലേ, അവനാണ്. ഹാൻ ഇവളെ കണ്ടിട്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻക്ക് ആളെ കത്തി. അതായത് ഇഫാൻ ഇവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണല്ലോ. അവനിക്ക് ഭയങ്കര അത്ഭുതമായി. പിന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഇവർ പോകുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഇവളെയും ക്ഷണിക്കുകയാണ്. എന്നാൽ ഇവൾ വരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അവർ രണ്ടുപേരും നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റും. കാറിൽ കയറുമ്പോൾ ദേ ഇരിക്കുന്ന ഒരുത്തൻ മുഖമൊക്കെ കവർ ചെയ്ത് അങ്ങനെ. എന്നാൽ ഇത് ആരപ്പാ എന്ന രീതിയിൽ അവൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകുമ്പോഴാണ് ഹാന് പറയുന്നത്, എടാ ഇതാരാ നിൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്ന് നോക്ക്, നിൻ്റെ പഴയ ക്രഷില്ലേ ഇഫാൻ, അവളാണെന്ന് പറയുന്നു. അത് കേട്ടതും ഇവന് മുഖം ഒന്ന് തുറന്നു നോക്കും. എന്നാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഒന്ന് ഞെട്ടുകയാണ്. പിന്നെ ഈ ഹാന് അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ഇവരെ രണ്ടുപേരെയും പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ്റെ പണ്ടത്തെ ക്രഷാണെന്നും ഇവളെ വളക്കാൻ വേണ്ടിയിട്ട് ഇവൻ എത്രമാതിരി ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടിട്ട് ഒരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാകൂലേ. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ഇവന് പറയും, അതൊക്കെ ഒരു തമാശയായിട്ട് എടുക്ക്, ഇപ്പോൾ അതും ആലോചിച്ച് അങ്ങനെ ഇരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോടൊന്ന് കൂളാകാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ ഒരു പാർട്ടിക്ക്, ഫുഡ് കഴിക്കാനുള്ള ആ പാർട്ടിക്ക് ഇവനുണ്ട്. ആക്ച്വലി ഇവരുടെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടുന്ന ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയാണ്. ഇഫാനാണ് അതിനും വരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഇവർ നിർബന്ധിക്കുകയാണ്. അങ്ങനെ യാൻ്റെ കൂടെ ഇവളെ കണ്ടപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് വിചാരിക്കും ഇവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണെന്ന്. ചോദിക്കുമ്പോൾ അവൾ തന്നെ അത് തിരുത്തുന്നു, ഞാൻ പണ്ടത്തെ ക്ലാസ്മേറ്റ് ആണെന്ന്. എന്നാൽ ഇവൾ സിംഗിൾ ആണെന്ന് അറിഞ്ഞ ഒരുത്തൻ ഇവളെ വളക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷെയ്ക്കാനൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് യാന് അതിൽ നിന്നും ഇവളെ പെട്ടെന്ന് അങ്ങോട്ട് തട്ടി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവർ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഹാന് പറയുന്നുണ്ടോ, ഇന്നലെ ഭയങ്കര തിരക്കിയിരുന്നു, ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ കഫേയിൽ എന്തൊരു വർക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കാമുകി പറയും, അതെ എനിക്കും ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്തൊരു വർക്കായിരുന്നു, ഓവർ ടൈമൊക്കെ ജോലി എടുത്തിട്ടാണ് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയത് എന്ന് പറയുന്നു. ആക്ച്വലി ഇവളുടെ ആ ഒരു കള്ള കാമുകൻ്റെ അടുത്തായിരുന്നല്ലോ. എന്നാൽ ഇഫാന് കാര്യം മനസ്സിലായി. പക്ഷേ അവൾ ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. അവൾ പൊതുവെ അങ്ങനെ അനാവശ്യമായിട്ട് ആരുടെ ലൈഫിൽ ഇടപെടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹോന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് യാനിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇവരൊരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയതാണെന്നും പറയുന്നു. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇഫാനും ആ ഒരു പെണ്ണും വാഷ്റൂമിൽ തനിച്ചാവുകയാണ്. അതിൽ ആ പെണ്ണ് പറയും, നീ എന്തുകൊണ്ടാണ് യാൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തത്, അവനെ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല പൈസയാണ്, പിന്നെ എന്തേ, അല്ലെങ്കിൽ വേണ്ട, അവന് ഭയങ്കര ഒരു മുരുടനാണല്ലേ, ആരോടൊന്നും സംസാരിക്കില്ല, ഭയങ്കര കോൾഡായിട്ടുള്ള ഒരു പ്രകൃതമാണ്, എനിക്കൊന്നും അങ്ങനത്തെ ആൾക്കാരെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റില്ല എന്നും അവൾ അങ്ങനെ പറയുന്നു. ഇനി അത് കേട്ട് ഇഫാന് അതിനൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ അവൾ പുറത്തിറങ്ങുമ്പോൾ യാനെ അവിടെ വെച്ച് കാണുകയാണ്. യാന് ഇന്നലെ വരെ ഒരു അപരിചിതരെ പോലെ പെരുമാറിയ ഇവൾക്ക് ആക്ച്വലി മനസ്സിലായിട്ടുണ്ട് തന്നെ മനസ്സിലായെന്ന്. അതുവരെ അവൾ അത് വിചാരിച്ചിട്ട് വേറൊരു രൂപത്തിലായിരുന്നല്ലോ നടന്നിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഇവനോട് പറയും, ഒരുപാട് കാലമല്ലോ കണ്ടിട്ടെന്ന്. അതിൽ ഇവനൊന്ന് ചിരിച്ചിട്ട് പറയാം, ഒരുപാട് കാലോ, നീ അന്ന് എൻ്റെ കഫേയിലോട്ട് വന്നില്ലേ, പിന്നെ ഇന്നലെ ന്യൂ ഇയർ ഇവൻറ്റിൽ നിന്നെ മാസ്ക് ഇട്ട് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് മാസ്ക് ഇട്ട് ഒരു പെണ്ണ് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അത് കേട്ട് ഇഫാൻ അപ്പോഴാണ് മനസ്സിലായത് തന്നെ ഇന്നലെയും അവനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. അതിന് ഇഫാൻ അവളുടെ ആ ഒരു ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറയും, അത് ആക്ച്വലി നിന്നെ ഞാൻ നോക്കാൻ കാരണം നീ അപ്പോൾ പാൻറ്റിൽ സിബ് ഇട്ടിട്ടില്ല, എൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും അതിനെപ്പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്, അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണെന്ന് ഇവരെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് വേഗം പോകുന്നു. അത് കേട്ട് ഇവനാകെ ഒന്ന് ഞെട്ടും, ശരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന്. ഇനി തിരിച്ച് അവർ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൽ ഇഫാൻ പെട്ടെന്ന് പോവുകയാണ്, അവൾക്ക് ഒരുപാട് വർക്ക് ഉണ്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവൾ ഏകദേശം ഒരുപാട് നേരമായി ഇവിടെ ഒരു ടാക്സിയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഒന്നുപോലും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് യാന് പെട്ടെന്ന് അവൾ വിളിക്കുന്നത്. അവൾ ഞെട്ടിക്കൊണ്ട് നോക്കും. എന്നാൽ യാന് ചോദിക്കുന്നത്, ഇവർ ഹോൻ്റെ വണ്ടിയിലാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ ഹോൻ്റെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അവനക്ക് അറിയില്ല, അത് ഇവൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഇവളോട് അത് കാണിച്ചു തരാനും പറയുന്നു. അതിലാണ് ഇഫാൻ ചോദിക്കുന്നത് തന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമോ എന്ന്. അതിൽ അവന് നോക്കാം ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവന് ആക്ച്വലി ജാട ഇട്ടതാണ്. അതിൽ ഇവൾ പെട്ടെന്ന് എന്നാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ശേഷം അവൾ വീണ്ടും ടാക്സിക്ക് വെയിറ്റ് ചെയ്യും. ഏകദേശം ഒരു 58 മിനിറ്റോളം ഇനി വെയിറ്റ് ചെയ്യണം ഒരു ടാക്സി കിട്ടണമെങ്കിൽ. അവൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ്
ഇവന് കാറും കൊണ്ട് വരുന്നത്. ഞാൻ നോക്കാമെന്നല്ലേ പറഞ്ഞത്, അതിനർത്ഥം കൊണ്ടാക്കി തരില്ലെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് പിന്നെ പോവുകയാണ്. അതിൽ അവൾ പറയുകയാണ്, എന്നെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ വിട്ടാൽ മതി, ഞാൻ അവിടെ നിന്ന് മെട്രോ പിടിച്ച് പോയിക്കോളാമെന്ന്. ശേഷം ഇവർ കാറിൽ വെച്ച് അധികമൊന്നും സംസാരിക്കുന്നില്ല, ആകെ ഒരു മൂകമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് ഇവൾ കാറിൽ ഒരു പാട്ട് വെക്കാമെന്ന് പറയുന്നു. അങ്ങനെ വെക്കുമ്പോഴോ ഇവർ പണ്ട് ഒരുമിച്ച് ഒരുപാട് തവണ കേട്ട ആ ഒരു സോങ് തന്നെയാണ് റേഡിയോയിൽ വരുന്നത്. പിന്നെ അതൊന്നും കൂടെ ഇവരൊരു മൂഡ് മാറ്റാനുള്ള കാരണമായി. പിന്നെ അവൾ ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ചോദിക്കും, നിൻ്റെ ബർത്ത്ഡേ ആണോ നാളെ എന്ന്. അതിൽ ഇവൻ ചോദിക്കും, എന്തേ നിനക്ക് നീ അതെല്ലാം മറന്നുപോയോ? എന്നിട്ട് ആ ഒരു കാര്യം കാണിക്കുകയാണ്. ആക്ച്വലി ഇവർ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ബൊമ്മയുള്ള ഒരു മ്യൂസിക്കൊക്കെ വരുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്നിട്ട് തനിക്ക് എന്തിനാണ് ഈ ഗിഫ്റ്റ് ഇപ്പോൾ തന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ. ആക്ച്വലി ഇവൾ പറഞ്ഞതൊന്നുമല്ല, ക്ലാസ്സിൽ ഒരു സെൽഫി ഇൻട്രോ മാതിരി കൊടുക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്നു ഇവളെ ബർത്ത്ഡേ. അത് ഇവൻ നോട്ട് ചെയ്തതാണ്. എന്നിട്ട് അത് കേട്ട് ഇവൾക്ക് ഭയങ്കര സന്തോഷമാകും. എന്തായാലും ഇവൾക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ ആരുമില്ല. എന്തായാലും അവൾ പിന്നെ ഇവനോട് ചോദിക്കും, നിൻ്റെ ബർത്ത്ഡേ എന്നാ, എനിക്കും ഒരു ഗിഫ്റ്റ് തരാനാണെന്ന്. അതിൽ അവന് പറയും, എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല, എനിക്ക് അങ്ങനത്തെ ആ ഒരു സെറ്റപ്പൊന്നുമില്ല. പിന്നെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് കേട്ടോ, ഡിസംബർ 2-ാം തീയതിയാണ്, പക്ഷേ ഞാൻ സെലിബ്രേറ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇവളുടെ അടുത്ത് നിന്ന് ഇവനക്കൊരു ഗിഫ്റ്റ് കിട്ടണം, എന്നാൽ താൻ അത് വാങ്ങിക്കുകയാണെന്ന് അറിയാനും പാടില്ല. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രംഗം ഇവിടെ കാണിച്ചുകൊണ്ട് വീണ്ടും കാറിലോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ ഇവളിങ്ങനെ ഓർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സബ്വേ സ്റ്റേഷൻ കടന്നുപോയി. അതിൽ അവൾ പെട്ടെന്ന് പറയും, ഇനി അടുത്ത സബ്വേയിൽ എന്നെ ഇറക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കും, എന്തേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവളുടെ വീടെത്തി അവൾ പറയും, ഇത്രയും ഒരു ഉപകാരം ചെയ്തതിന് എൻ്റെ വക ഒരു ട്രീറ്റ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് മേടിച്ച് തരാമെന്ന് ഒരു ഫോർമാറ്റ് രീതിയിൽ അങ്ങനെ പറയുകയാണ്. എന്നാൽ അവൾ പോകുന്നതും ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ അവൾ അവളുടെ വീട്ടിലെത്തി. എന്നാൽ അവളുടെ പൊന്നു പോലെ വളർത്തുന്ന ആ പൂച്ചയെ കാണുന്നില്ല. അവൾക്ക് ഇവിടെ ആകെ കൂടെ ഉള്ളൊരു കൂട്ട് ആ പൂച്ചയാണ്. അവൾ അതിനെയും അന്വേഷിച്ച് ആ വീട് അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്നും അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അതിൽ അവൾ പോയി നോക്കുമ്പോൾ അവളെ ഉപദ്രവിച്ച ഈ ആളുണ്ടല്ലോ, അയാളും അയാളുടെ ഒരുപാട് ഫ്രണ്ട്സിനെയും കൂട്ടി വന്നിരിക്കുന്നു. ആ പൂച്ചനെയും അങ്ങനെ തലോടി അവിടെ ഇവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഇവളെ കണ്ടതും എല്ലാവരും കൂടി ഇവളെ അങ്ങോട്ട് ഓടി പിടിക്കാനൊക്കെ നോക്കുന്നു, ഉപദ്രവിക്കാൻ നോക്കുന്നു. ഇവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വീട്ടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ ഓടുകയാണ്. അവസാനം അവൾ ഒരു ഡെഡ് എൻഡിൽ എത്തുന്നു. എന്നിട്ട് അവളെ ഏകദേശം പിടിക്കാനായി എന്നൊരു രൂപത്തിൽ എത്തുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും അവളുടെ ഒരുപാട് കല്ലെടുത്തുകൊണ്ട് ഒരാൾ എറിയുന്നു. നോക്കിയപ്പോൾ അത് ഞാനാണ്. എന്നിട്ട് അവൾ അവിടെ നിന്നും വേഗം രക്ഷപ്പെടുത്തുന്നു. പിന്നെ അവൾ വേഗം കാറിലോട്ട് ഓടിക്കയറും. എന്നാൽ ഞാൻ കയറാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് അടിപിടിയായി, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. പിന്നെ പോലീസ് കേസായി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇവനെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇവൾ വന്നിട്ട് പറയും, ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന്. എന്നാൽ അവന് അതിന് റെഡിയല്ല. പകരം അവന് പറയുന്നത്, നീ അവിടെ നിന്ന് ഓടുമ്പോൾ ആക്ച്വലി എന്നെ അതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ ഇന്നെ വിളിച്ചിട്ട് നീ എന്താ നിൽക്കാതെ അവരുടെ കൂടെ ഓടാൻ വേണ്ടി റെഡിയായി നിന്നത് എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഇവനെ കണ്ടിട്ടുണ്ട് ഇവളെ ഉപദ്രവിക്കുന്നത് ഫസ്റ്റ് തന്നെ. അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് വരാതെ അവൾ വേറൊരു റൂട്ടിലൂടെ ഓടുകയായിരുന്നു. അതിൽ ഇവൾ പറയും, ഞാൻ കാരണം നിനക്ക് ഇനി ഒരു പ്രശ്നം വരാതിരിക്കാനാണ്. പിന്നെ അവർ 3-4 പേരുണ്ടായിരുന്നല്ലോ, നീ ആണെങ്കിൽ ഒരാളും, അപ്പോൾ നിനക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെല്ലാവരും കൂടി നിന്നെ നല്ലോണം ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ കാരണം ഇനി അതും കൂടി എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാൽ അവൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ വണ്ടി നിർത്തിച്ച് അവിടെ നിന്നും ഇവനക്ക് കുറച്ച് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. എന്നാൽ അവന് അത് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയും, ഇവർ ഇരുമ്പ് വടി കൊണ്ടൊക്കെ അടിച്ചതല്ലേ, ഇനി അതെന്തെങ്കിലും അലർജി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല സങ്കടമായിരിക്കും, ഞാൻ കാരണമാണല്ലോ എന്നും ആലോചിച്ചിട്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇവൾ തന്നെ മെഡിസിൻ എല്ലാം വെച്ച് കൊടുക്കുന്നു. പിന്നെ ഇവൻക്ക് എത്താത്ത ഭാഗമായതുകൊണ്ട് തന്നെ ഇവൾ തന്നെ മെഡിസിൻസും എല്ലാം വെച്ച് കൊടുക്കുകയാണ്. അത് വെക്കുമ്പോൾ ഇവരൊന്നുകൂടെ ക്ലോസ് ആവുകയാണ്. അതിൽ അവനൊന്ന് നോക്കിയിട്ട് പറയും, നീ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആക്കിയാണോ എന്ന് ചോദിക്കുന്നു. അതിൽ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറും. പക്ഷേ ഇവൻക്ക് മെഡിസിൻ വെക്കണമല്ലോ. അങ്ങനെ കുറച്ച് മാറി നിന്ന് ദൂരത്ത് നിന്നും ഇങ്ങനെ മെല്ലെ മെല്ലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തതാണെങ്കിൽ വെക്കാനുള്ളത് ലിപ്പിലാണ്. എന്നാൽ അവൾ അവിടെ മെഡിസിൻ വെച്ച് കൊടുക്കുന്നില്ല, പകരം മടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെയാണ് അവൻക്ക് കാര്യം മനസ്സിലായത്. അതിൽ അവന് പെട്ടെന്ന് ഇനി ഞാൻ ചെയ്തു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ മിററും നോക്കിക്കൊണ്ട് ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്, നീ ആക്ച്വലി ഇനി എവിടെയാണ് തങ്ങാൻ പോകുന്നതെന്ന്. ഇതിൽ അവൾ പറയും, ഇനി അവളുടെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, പക്ഷേ ഈ ഒരു സമയത്ത് അവരെ പോയി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ആക്ച്വലി ഞാൻ ഇവിടെ
ഇവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള പ്ലാനാണ്. പിന്നെ ഈ ഒരു രാത്രി എങ്ങനെയാണ് അങ്ങോട്ട് പോവുക എന്ന് പറയുന്നു. ശേഷം അവളുടെ പഴയ റൂമിലോട്ട് തന്നെ എത്തി. ഇവൾക്കാണെങ്കിൽ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അവർ ഇന്ന് വരില്ല. അപ്പോൾ താൻ ഈ റൂമിൽ തന്നെ കിടക്കാനുള്ള പ്ലാനാണ് ഇഫാൻ ആക്ച്വലി. എന്നാൽ അവന് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. ഇവളാണെങ്കിൽ അവിടെ എത്തിയിട്ട് മെല്ലെ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് തനിച്ചങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഇവളാണെങ്കിൽ നല്ലോണം പേടിച്ചിട്ടാണ് പോകുന്നത്. അതിൽ ഞാനും അവൾക്ക് പെട്ടെന്ന് കൂട്ടിനായിട്ട് വരികയാണ്. ഇഫാനാണെങ്കിലോ അത് കണ്ടപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി. അങ്ങനെ ഏകദേശം അവളുടെ വീടെത്തി. എന്നിട്ട് അവനോട് ഗുഡ് ബൈ പറയുകയാണ്. അതിൽ അവന് പറയും, ഗുഡ് ബൈ അല്ല, നിന്റെ സാധനങ്ങളെല്ലാം എടുക്കും, നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മൂവ് ചെയ്യാണ് ഇവിടുന്ന് എന്ന് പറയുന്നു. അങ്ങനെ അവൾ പിന്നെ നിവൃത്തിയില്ലാതെ അവളുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലോട്ട് കയറുന്നു. പിന്നാലെ ഇവനും. എന്നാൽ ഇവനെ ആ ഒരു വീടും എല്ലാം കണ്ടിട്ട് ആകെ ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നു. ഇത്രയും ഒരു ചെറിയ വീട്ടിൽ ഇത്രയും ഒരു ചെറിയ റൂമിലാണല്ലോ അവൾ തങ്ങിയതെന്ന്. പിന്നെ അവൾ എല്ലാ സാധനങ്ങളും പെറുക്കിയെടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ ആ ഒരു കാറിൽ തന്നെ സാധനങ്ങളെല്ലാം മൂവ് ചെയ്യും. എന്നിട്ട് അവൾ പുതുതായിട്ട് താമസിക്കാൻ പോയിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് ഇവൾ പിന്നെ പറയും, ഇത്രയും ഉപകാരമൊക്കെ ചെയ്തതിന് ആ ഒരു ട്രീറ്റ് ഉണ്ടല്ലോ, അവളുടെ ആ ഒരു ഭക്ഷണം, അതൊന്നുകൂടെ അവന് ഓർമ്മിപ്പിക്കും. ഇനി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഞാൻ ഒന്നൊന്നായിട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. എന്നാൽ ആക്ച്വലി ഇവൻ അതിനും സമ്മതിച്ചില്ല. ഇവനും അവളുടെ എല്ലാ സാധനങ്ങളും എടുത്ത് അവളുടെ പിന്നാലെ വരുന്നു. ലിഫ്റ്റിലെത്തിയപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ തന്നെ പോയിക്കോളാം, എൻ്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടിയാണ്, ഈ സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ല. അതിൽ പിന്നെ അവനൊന്നും പറയില്ല. എല്ലാം അവളുടെ ആ ഒരു ഫ്ലോറിൽ എത്തിച്ചതിന് ശേഷം അവൻ തിരിച്ച് അവൻ്റെ കാറിലോട്ട് തന്നെ പോവുകയാണ്. എന്നാൽ അപ്പോഴാണ് അവന് ശ്രദ്ധിക്കുന്നത്, അവളുടെ ആ ഒരു പഴയ റൂമിൻ്റെ കീ അവൾ ഇവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ട്. പിന്നെ അവനൊന്നും നോക്കി കീ ഉപയോഗിച്ചിട്ട് അവളെ പഴയ റൂമിലോട്ട് തന്നെ പോകുന്നു. എന്നാൽ അവളെ ഉപദ്രവിച്ച അവരെല്ലാവരും അവിടെ ഇരുന്ന് കള്ളും കുടിച്ച് ഇരിക്കുകയാണ്. ആക്ച്വലി ഇവരെ പോലീസൊക്കെ അപ്പോൾ തന്നെ വിട്ടു. എന്നിട്ട് അവളെ ഉപദ്രവിക്കാൻ കിട്ടാത്തതിൻ്റെ ആ സങ്കടം ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി. പിന്നെ ഡിവോഴ്സ് കേസായി, കോമ്പൻസേഷനായി, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതികാരമാണ് ഇയാൾക്ക്. അങ്ങനെ അവളെ കിട്ടാത്തതിനെയും അവളിനി അടുത്തത് എന്ത് ചെയ്യാം, പിന്നെ ഹിഡൻ ക്യാമറ വെക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലോട്ടാണ് ഞാൻ വന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അവരടിച്ച് പിടിച്ച് പൂസാക്കി വിടുകയാണ്. എന്നിട്ട് അവനിങ്ങനെ തളർന്നിരിക്കുന്ന ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായെന്ന് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.